നിരവധി കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ തട്ടിപ്പ് സംഘം കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കമ്മീഷനായി കിട്ടുന്ന പണം ആഗ്രഹിച്ചാണ് ഇത് ചെയ്തതെങ്കിലും ഇപ്പോൾ അവർ ആശങ്കയോടെയാണ് കഴിയുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസിനോട്. ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് ATM കാർഡ് മാസ്റ്റർ പ്ലാറ്റിനം കാർഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ വരുമെന്നാണ്. അതിനെപ്പറ്റി കറക്റ്റ് എനിക്കറിയില്ല. ഇല്ല, ഞാൻ ചോദിച്ചു ഇതുപോലത്തെ എന്താ പ്രശ്നം ഉണ്ടാവുന്നില്ല ചോദിച്ചു. പറഞ്ഞു വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നല്ല പറഞ്ഞു. കാർഡ് എടുത്ത് കൊടുത്തിരുന്നു, പിന്നെ നിർത്തിയത്. കാര്യങ്ങൾ മനസ്സിലായാലും 2 പ്രാവശ്യമായിട്ട് വന്ന് ഒരു 98 ഫസ്റ്റ് വന്നിരുന്നു. സെക്കൻഡ് ഇത്തരം വന്നതെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഇത് പോക്കിയിട്ടുണ്ടായിരുന്നു. ഏത് ബാങ്ക്? ബാങ്ക് കാനറ. തട്ടിപ്പ് സംഘത്തിന്റെ ചതി അറിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് കുടുങ്ങുന്നത് എന്ന നാട്ടുകാർ. വിദ്യാർത്ഥികളെ കെണിയിലാക്കുന്ന ഏജന്റുമാർ രക്ഷപ്പെടുകയാണ്. ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും നാട്ടുകാർ പറഞ്ഞു. കോളേജിനകത്ത് എന്താണ് ഒരു സംഘം, ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം കുട്ടികളെ ഒരു ക്യാൻവാസിങ്ങിൻ്റെ ഭാഗമായിട്ട് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഇവരെ കൃത്യമായിട്ട് എന്താണ് ഉപയോഗിക്കുകയാണ്. പിന്നെ ഇവർ ഇതിൻ്റെ ഇടനിലയായിട്ട് നിൽക്കുന്ന ആളുകൾ ഇതിനകത്ത് ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, പെടുന്നില്ല. പാവപ്പെട്ട ആളുകളെ മക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുടുങ്ങുകയാണ്. രക്ഷിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല. ഇപ്പം ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒക്കെ ചതിയിൽ പെട്ടുകയാണ്. ഈ പറയുന്ന അതിൽ പെട്ട ഒരു കക്ഷീൻ്റെ 40ഓളം ATM ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഈ 4 ആളുകൾ അറസ്റ്റ് ചെയ്തതിൽ 3 ആളുകൾ എന്താണ് ഇതിൻ്റെ ചതിക്കുഴിയിൽ വീണ ആളുകളാണ്. മറ്റൊരു കക്ഷി എന്താ വെച്ചാൽ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഉൾപ്പെടെ ബന്ധമുണ്ട്. അപ്പോൾ ഇവരെ മുഖാന്തരമാണ് ഈ കോളേജിലേക്ക് വരികയും കോളേജിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നിലവിൽ അതിനകത്തൊന്നും ഭാഗമാകാത്ത ഒരുപാട് കുട്ടികൾ, ഒന്നും അറിയാത്ത എത്രയോ കുട്ടികൾ ഇതിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ ഏകദേശം 19-20 വയസ്സുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ പെട്ടുപോകുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് MLA മുഖാന്തരം, കുഞ്ഞമ്മൂട്ടി മാഷ് മുഖാന്തരം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നമ്മൾ ഇന്നലെ രക്ഷിതാക്കൾ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഇത് സർക്കാരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്. എന്താ വെച്ചാൽ ഇടനിലക്കാരെയാണ് നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് ശിക്ഷിക്കപ്പെടേണ്ടത്.